പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ പ്രസിഡന്റ് ട്രംപ് ചൊവ്വാഴ്ച രാത്രി 8 മണി വരെ സമയം അനുവദിച്ചു. ഈ സമയത്തിനുള്ളിൽ കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും രാജ്യം മൊത്തം ബോംബിട്ട് നശിപ്പിക്കുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ തിരിച്ചടിച്ചു. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് മാരകമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ സൈനിക വക്താക്കൾ പ്രഖ്യാപിച്ചു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് മേഖലയാകെ കത്തിയെരിയുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ആക്രമണം തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങില്ലെന്നും മുഴുവൻ മിഡിൽ ഈസ്റ്റ് മേഖലയെയും കത്തിയെരിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചാൽ അതിലും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഖാലിബാഫ് ഓർമ്മിപ്പിച്ചു.